ഹായ് ഓൾ, വെൽക്കം ടു XandY Learning. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ പലപ്പോഴും പല കരിയറിനെ കുറിച്ചും പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് ആവുന്നതിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പല ആളുകളുടെയും ഒരു സംശയമാണ്, എന്താണ് ഈ ഡോക്ടർ ആവാൻ എന്താണ് പഠിക്കണം. നമുക്കറിയാം എൻട്രൻസ് എഴുതണം, പിന്നെ അതിൽ കിട്ടണം, റാങ്ക് കിട്ടണം, MBBS BDS BAMS BHMS ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കോഴ്സുകൾ? അതിൽ ഈ MBBS എന്താണ്, MD എന്താണ്, MDS എന്താണ്, BDS എന്താണ്, BAMS എന്താണ്, ഈ രൂപത്തിലുള്ള ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചാലാണ് നമുക്ക് ഡോക്ടേഴ്സ് ആവാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും നമുക്കറിയാം MBBS ആണ് ജനറൽ മെഡിസിൻ, അല്ലെങ്കിൽ പിന്നെ മോഡേൺ മെഡിസിൻ്റെ ഒരു ജനറൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് MBBS ആണ് എന്ന് നമുക്കറിയാം. പിന്നെ അതിൽ വേരിയസ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസിലേക്കൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും അവരുടെ PG എടുക്കാം. അപ്പോൾ UG കോഴ്സ് MBBS ആണ്. അതിന് വേണ്ടത് എന്താണ്? +2 കഴിഞ്ഞ് നീറ്റ് എൻട്രൻസ് എഴുതി അതിൽ നല്ല റാങ്ക് കിട്ടുന്നവർക്കാണ് MBBS സീറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ MBBSൻ്റെ ഡ്യൂറേഷൻ നമുക്കറിയാം, പിന്നെ 5.5 വർഷമാണ്. ആ 5.5 വർഷം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ജനറൽ പ്രാക്ടീസ് ചെയ്യാം. അതല്ല PG എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്പെഷ്യാലിറ്റിയാണോ എടുക്കുന്നത് അതിലും അവർക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ആ PG ആണ് MD എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ഹു ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ പെർട്ടിക്കുലർ ഏരിയ. പല ഏരിയാസ് ഉണ്ട്: പീഡിയാട്രിക്സ്, പാത്തോളജി, മൈക്രോബയോളജി, ഫിസിയോളജി, ഓർത്തോപീഡിക്സ്, ഇൻറ്റേർണൽ മെഡിസിൻ, ബയോകെമിസ്ട്രി, ഫാർമക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി, അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിൽ ഏതാണോ നമുക്ക് അതിൽ റാങ്ക് അനുസരിച്ച് കൂടിയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏരിയകളിലേക്ക് സ്പെഷ്യലൈസേഷന് വേണ്ടി നമുക്ക് പോകാൻ സാധിക്കും. ഇതാണ് പൊതുവായി MBBS ആൻഡ് MD എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് BDS ഓർ MDS ആണ്. നമുക്കറിയാം ഡെൻ്റൽ പ്രാക്ടീസ് ഇഷ്ടമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഡെൻ്റൽ സ്പെഷ്യലൈസേഷനാണ് യഥാർത്ഥത്തിൽ BDS എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓറൽ ഹെൽത്ത് ആൻഡ് ഡെൻ്റൽ കെയർ, പ്രത്യേകിച്ചും ഒരു അതിൽ തന്നെ OMFS എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഹെഡ് ആൻഡ് നെക്ക് റീജിയനിലുള്ള സർജറിയും അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഒരു ഓറൽ ക്യാവിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസാണ് BDS ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ സ്പെഷ്യലൈസേഷനാണ് MDS എന്ന് പറയുന്നത്. BDS കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നേരത്തെ MD പറഞ്ഞതുപോലെ MDSലും ഒരുപാട് ഏരിയ ഉണ്ട്. അത് പലതരത്തിൽ ഓറൽ പാത്തോളജി ആകട്ടെ, അല്ലെങ്കിൽ എൻഡോഡോണ്ടിക്സ് ആകട്ടെ, അതുപോലെ തന്നെ ഓർത്തോഡോണ്ടിക്സ് ആകട്ടെ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ നമുക്ക് MDSലും കാണാൻ സാധിക്കും. അതും BDS എന്ന് പറയുന്നത് UG ആണ്, MDS എന്ന് പറയുന്നത് PG ആണ്. പിന്നെ ഉള്ളത് BAMS ആണ്. BAMS നമുക്കറിയാം ആയുർവേദ, അല്ലേ? ആയുർവേദയാണ്. അപ്പോൾ ആയുർവേദ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ആയുർവേദിക് ഡോക്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ BAMS ആണ് എടുക്കേണ്ടത്. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ എൻട്രൻസ് വഴി നമുക്ക് അതിൻ്റെ അഡ്മിഷൻസും ലഭിക്കുന്നതാണ്. പിന്നെ ഉള്ളത് BHMS ആണ്. ഹോമിയോ ഡോക്ടേഴ്സ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ബാച്ചിലർ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ ആൻഡ് സർജറി ആണ് BHMS എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഗ്രി എടുത്താലാണ് നമുക്ക് ഹോമിയോ ഡോക്ടേഴ്സ് ആവാൻ സാധിക്കുക. പിന്നെ ഉള്ളത് BVSC ആണ്. ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്, BVSC. അതിൽ വെറ്റിനറി ഡോക്ടേഴ്സ് ആവാൻ, മൃഗങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന വെറ്റിനറി ഡോക്ടേഴ്സ് ആവാൻ നമുക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം. അപ്പോൾ ഈ രൂപത്തിൽ ഇതിൽ ഏകദേശം എല്ലാ കോഴ്സുകളും 5-5.5 വർഷം തന്നെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവിൽ നമുക്ക് ഡോക്ടേഴ്സ് ആവാൻ നമ്മളെ സഹായിക്കുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഏറ്റവും കോമ്പറ്റീവ് ആയിട്ടുള്ളത് MBBS തന്നെയാണ്. അതിനുശേഷം ബാക്കി മറ്റ് ഫീൽഡുകളിലേക്കുമുള്ള കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏരിയകളിലാണ് ഇഷ്ടം എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻസും മറ്റു കാര്യങ്ങളും കൊണ്ടുപോവുക. അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് +2 കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ ഏതിലേക്കും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. മറിച്ച് നേരത്തെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുകയും അതെങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു ഫൗണ്ടേഷൻസ് ക്ലിയർ ആക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കോമ്പറ്റീറ്റീവായ 21 ലക്ഷം കുട്ടികളാണ് മെഡിക്കൽ എൻട്രൻസ് എഴുതുന്നത്. അതിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ MBBS കിട്ടുള്ളൂ, വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ BDS കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ പല കോഴ്സുകളും തീരെ കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്രയും വലിയ 21 ലക്ഷത്തിൽ ഒരു 50,000 ആളുകൾക്ക് MBBS കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും കോമ്പറ്റീറ്റീവാണ്, അത്രയും ആളുകൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മത്സരത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻസ് വളരെ നേരത്തെ തന്നെ തുടങ്ങി വളരെ നല്ല രൂപത്തിൽ കൊണ്ടുപോകണം. അതിനെല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.